90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. ഇന്ന് രാവിലെയും ഇന്നലെയുമായി 9 തവണയാണ് ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് ജിസാൻ യൂണിവേഴ്സിറ്റിയിൽ അഗ്നിബാധയുണ്ടായെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തുടർച്ചയായ ആക്രമണങ്ങളാണ് യമനിലെ ഹൂതികൾ സൗദിക്ക് നേരെ നടത്തുന്നത്. ഇന്നലെയും ഇന്ന് രാവിലെയുമായി 5 മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച 4 ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. തെക്കൻ അതിർത്തി പ്രദേശമായ ജിസാന് നേരെ വന്ന മിസൈലുകളും ഡ്രോണുകളും തകർത്തതായി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മാലിക്കി അറിയിച്ചു. എന്നാൽ ജിസാൻ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൽ ആക്രമണം മൂലം അഗ്നിബാധയുണ്ടായി. തീ നിയന്ത്രണ വിധേയമാണെന്നും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സഖ്യസേന അറിയിച്ചു. ഇറാന്റെ പിന്തുണയോടെ യമനിലെ സദ്ദയിൽ നിന്നാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സൗദിയിലെ ജനവാസ കേന്ദ്രങ്ങളും സാധാരണ ജനങ്ങളുടെ വസ്തുക്കളും തകർക്കുകയാണ് ഹൂതികളുടെ ലക്ഷ്യം. സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സഖ്യസേനയ്ക്കുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഹൂതികളെ പ്രതിരോധിക്കുമെന്നും തുർക്കി അൽ മാലിക്കി പറഞ്ഞു. സൗദിയുടെ എണ്ണ വിതരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമാക്കി ഇറാൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുകയാണ്. യമനിലെ നിയമാനുസൃത ഗവൺമെന്റിനെതിരെയും ഹൂതികളുടെ ആക്രമണം തുടരുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കൂടി അംഗീകാരത്തോടെ സൗദി മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹൂതികൾ തള്ളിയിരുന്നു. 2014 യമൻ തലസ്ഥാനമായ സനാ ഹൂതികൾ പിടിച്ചെടുത്തതിന് ശേഷമാണ് സൗദിക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയത്. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും എണ്ണ വിതരണത്തിനും സമുദ്രയാത്രക്കുമെല്ലാം ഭീഷണിയാണ് ഹൂതികളെന്ന് സൗദി കുറ്റപ്പെടുത്തി. ജലീൽ കണമകലം, 24 ജിദ്ദ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഉംറ നിർവഹിക്കാനും ഹറം പള്ളിയിലേക്ക് യാത്ര ചെയ്യാനുമെല്ലാം വിപുലമായ സൗകര്യങ്ങളാണ് ഈ റമദാനിൽ ഹറംകാരി വിഭാഗം ഒരുക്കിയിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയകളിൽ നിന്നും തീർത്ഥാടകർക്ക് സുഗമമായി ഹറം പള്ളിയിലെത്താൻ ആയിരക്കണക്കിന് ഷട്ടിൽ സർവീസുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റമദാനിൽ ഉംറ നിർവഹിക്കുന്നവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഓൺലൈൻ വഴി പെർമിറ്റ് ലഭിച്ചവർക്ക് മാത്രമാണ് മക്കയിലെ ഹറം പള്ളിയിൽ ഉംറ നിർവഹിക്കാനും നിസ്കരിക്കാനും അനുമതി നൽകുന്നത്. മക്കയിലേക്കുള്ള വഴിമധ്യേ ഒന്നിലധികം ചെക്ക് പോയിന്റുകളിൽ വെച്ച് പോലീസ് തീർത്ഥാടകരുടെ ബാർകോഡ് അടങ്ങിയ പെർമിറ്റ് പരിശോധിക്കുന്നുണ്ട്. തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മക്കയുടെ വിവിധ ഭാഗങ്ങളിലായി 4 ഭാഗത്ത് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ലോട്ടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ ടെന്റുകളിൽ തീർത്ഥാടകരുടെ പെർമിറ്റ് വീണ്ടും പരിശോധിച്ച ശേഷമാണ് ഹറം പള്ളിയിലേക്ക് പോകാനുള്ള ബസ്സുകളിൽ കയറ്റുന്നത്. ബസ് ടിക്കറ്റ് ഓൺലൈൻ വഴി നേരത്തെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ ടെന്റിൽ 20 റിയാൽ അടച്ച് ടിക്കറ്റ് വാങ്ങാം. ബസ്സുകളിൽ അകലം പാലിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുതൈ പാർക്കിംഗിൽ നിന്നാണ് ബസ് കയറുന്നതെങ്കിൽ ഹറം പള്ളിക്ക് സമീപം ക്ലോക്ക് ടവറിന് താഴെ കിങ് അബ്ദുലസീസ് സ്റ്റോപ്പിലിറങ്ങി ഹറം പള്ളിയിലേക്ക് നടക്കണം. സാഹിർ പാർക്കിംഗിൽ നിന്ന് ബസ്സിൽ വരുന്നവർ ജർവൽ സ്റ്റോപ്പിലിറങ്ങി ഹറം പള്ളിയിലേക്ക് നീങ്ങണം. ജമറാത്ത് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വരുന്നവർ ബാബ് അലി സ്റ്റോപ്പിലിറങ്ങി വേണം ഹറം പള്ളിയിലേക്ക് പോകാൻ. റിഫൈനറി ടണലിനടുത്ത പ്രിൻസ് മിതാബ് റോഡ് പാർക്കിംഗിൽ നിന്നും ബസ് വഴി വരുന്നവർ അജിയാദ് സ്ട്രീറ്റ് സ്റ്റോപ്പിലിറങ്ങി പള്ളിയിലേക്ക് നടക്കണം. ഉംറ നിർവഹിക്കാനുള്ളവരും നിസ്കരിക്കാനുള്ളവരും വെവ്വേറെ ഗേറ്റുകൾ വഴിയാണ് ഹറം പള്ളിക്കകത്തേക്ക് പ്രവേശിക്കേണ്ടത്. കാബയ്ക്ക് ചുറ്റുമുള്ള മതാഫിലേക്കും സായി ചെയ്യുന്ന സ്ഥലത്തേക്കും ഉംറ തീർത്ഥാടകർക്ക് മാത്രമാണ് പ്രവേശനം. അകത്ത് കയറുമ്പോൾ തെർമൽ ക്യാമറകൾ വഴി തീർത്ഥാടകരുടെ ശരീരോഷ്മാവ് പരിശോധിക്കും. അകലം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങളനുസരിച്ചാണ് കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും സഹായിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രത്യേക വളണ്ടിയർമാരും ഹറം പള്ളിയിലുണ്ട്. ഉംറ നിർവഹിക്കുന്നവർക്ക് തറാവീഹ് തഹജ്ജുദ് നിസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. തവാഫിന്റെ സുന്നത്ത് നിസ്കാരം മതാഫിൽ വെച്ച് നിസ്കരിക്കാനും അനുമതിയില്ല. സായി ചെയ്യാൻ പോകുന്ന വഴിയിൽ 1-ാം നിലയിലാണ് ഇവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സഫ മർവ കുന്നുകളിലേക്ക് തീർത്ഥാടകർ എത്താതിരിക്കാൻ ബാരിക്കേഡുകൾ തീർത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഉംറ നിർവഹിക്കാനും നിസ്കരിക്കാനും മുമ്പത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങളാണ് ഹറംകാരി വിഭാഗം റമദാനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മക്കയിലെ ഹറം പള്ളിയിൽ നിന്നും ജലീൽ കണമകലം, 24. സൗദിയുടെ ഇഫ്താർ കിറ്റുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്തു. 80,000-ലധികം ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. കിങ് സൽമാൻ ഫോർ റമദാൻ ഇഫ്താർ പ്രോജക്ടിന് കീഴിൽ 16 രാജ്യങ്ങളിൽ സൗദി ഇഫ്താർ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. മതകാര്യ മന്ത്രാലയത്തിന് കീഴിൽ വിവിധ രാജ്യങ്ങളിൽ അർഹരായവർക്ക് ഇതിനകം ഇഫ്താർ വിതരണം നടന്നു. ഇന്ത്യയിലും കഴിഞ്ഞ ദിവസം ഇഫ്താർ വിതരണം നടത്തിയതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഡൽഹി സൗദി എംബസിയിലെ റിലീജിയസ് അറ്റാഷയുടെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 80,000-ലേറെ കുടുംബങ്ങൾക്ക് ഇഫ്താർ വിഭവങ്ങൾ വിതരണം ചെയ്തതായി അറ്റാഷെ ബദർ അൽ അൻസി അറിയിച്ചു. ചില മതസ്ഥാപനങ്ങളുടെയും യൂണിവേഴ്സിറ്റികളുടെയും സഹകരണത്തോടെയാണ് വിതരണം നടന്നത്. പലസ്തീൻ, നൈജർ, സോമാലിയ, സുഡാൻ, പാകിസ്ഥാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇതിനകം ഇഫ്താർ കിറ്റുകളുടെ വിതരണം നടന്നു. 4 ടൺ ഈന്തപ്പഴം സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 24 രാജ്യങ്ങളിൽ റമദാനിൽ രാജാവ് ഈന്തപ്പഴം വിതരണം ചെയ്യുന്നുണ്ട്.
24 ജിദ്ദ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ച 100 ദശലക്ഷം ഭക്ഷണപ്പൊതികൾ പദ്ധതിക്ക് വൻ പ്രതികരണം. ക്യാമ്പയിന് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രസ്ഥാനങ്ങളും വ്യക്തികളും സഹകരണവുമായി എത്തുകയാണ്. പദ്ധതിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 10 ലക്ഷം ദിർഹം സംഭാവന ചെയ്തു. ഇതിലൂടെ 10 ലക്ഷം പേർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിക്കാനാകും. പദ്ധതി ഏറ്റവും വിശിഷ്ടമായ മാനുഷിക സംരംഭങ്ങളിൽ ഒന്നാണെന്ന് MA യൂസഫ് അലി പറഞ്ഞു. അൽ അൻസാരി എക്സ്ചേഞ്ച് 10 ലക്ഷം ദിർഹം സംഭാവന ചെയ്തു. ക്യാമ്പയിന്റെ വിജയത്തിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് UAEയുടെ ലോകത്തോടുള്ള ഐക്യദാർഢ്യമാണിതെന്നും ചെയർമാൻ മുഹമ്മദ് അൽ അൻസാരി വ്യക്തമാക്കി. അനധികൃത മാർഗങ്ങൾ വഴി സക്കാത്തും ദാനധർമ്മങ്ങളും നടത്താൻ പാടില്ലെന്ന് സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. റമദാനിൽ സോഷ്യൽ മീഡിയ വഴി പണം ശേഖരിക്കുന്നവരെ കരുതിയിരിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. റമദാനിൽ ദാനധർമ്മങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സക്കാത്തുകളും ദാനധർമ്മങ്ങളും അർഹരായവർക്ക് അനുവദനീയമായ ആവശ്യങ്ങൾക്ക് മാത്രമേ നൽകാവൂ. അർഹരല്ലാത്തവർക്ക്, അതും തെറ്റായ വഴികളിലൂടെ ദാനധർമ്മങ്ങൾ ചെയ്യരുത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് നാളെ നടക്കുന്ന ജുമാ ഖുതുബയിൽ സംസാരിക്കണമെന്ന് ഇസ്ലാമിക കാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ആലി ഷേഖ് സൗദിയിലെ ഖതീബുമാർക്ക് നിർദ്ദേശം നൽകി. സക്കാത്തും സദഖയുമെല്ലാം നേരിട്ട് വിതരണം ചെയ്യുകയോ നിയമാനുസൃത സംവിധാനങ്ങൾ വഴി വിതരണം ചെയ്യുകയോ ആകാം. അല്ലാത്ത രീതിയിൽ പണം വിതരണം ചെയ്യുന്നത് നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ്. സൗദിക്ക് പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ചില വെബ്സൈറ്റുകൾ വഴി ദാനധർമ്മങ്ങൾ ശേഖരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സംശയാസ്പദമായ സംവിധാനങ്ങളാണ് ഇതെന്നും മന്ത്രാലയം അറിയിച്ചു. സോഷ്യൽ മീഡിയ വഴിയുള്ള ദാനധർമ്മങ്ങളെ കരുതിയിരിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 ജിദ്ദ. റമദാനിൽ അനധികൃത പണപ്പിരിവ് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി UAE പബ്ലിക് പ്രോസിക്യൂഷൻ. നിയമപരമല്ലാത്ത പിരിവ് നടത്തുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട സന്ദേശത്തിലൂടെയാണ് നിയമപരമല്ലാതെ പണപ്പിരിവ് നടത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയത്. റമദാൻ മാസത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും അല്ലാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള അനുമതിയില്ലാതെ ഓൺലൈനിലൂടെ സംഭാവനകൾ ആവശ്യപ്പെടുന്നത് UAE ഫെഡറൽ നിയമപ്രകാരം കുറ്റകരമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 2,50,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പള്ളികളിൽ പണപ്പിരിവ് നടത്തുന്നവർക്ക് 3 മാസം വരെ തടവും 5,000 ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. ഇത്തരത്തിലുള്ള അനധികൃത പണപ്പിരിവുകൾ തടയാൻ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചതായി UAE പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. 24 ദുബായ്. സൗദിയിൽ സ്വദേശീവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ ശമ്പളത്തിന്റെ പകുതി സർക്കാർ വഹിക്കും. വനിതാ ജീവനക്കാർക്ക് യാത്രാ സഹായവും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. വ്യവസായ മേഖലയിലെ സ്വദേശിവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വേതന സബ്സിഡി പദ്ധതി നടപ്പിലാക്കുന്നത്. സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇതുപ്രകാരം വ്യവസായ മേഖലയിൽ കൂടുതൽ സൗദികളെ ജോലിക്ക് വെക്കുകയും തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ ശമ്പള ഇനത്തിൽ സബ്സിഡി അനുവദിക്കുകയും ജീവനക്കാർക്ക് തൊഴിൽ പരിശീലനം നൽകുകയും ചെയ്യും. സ്വദേശി ജീവനക്കാരുടെ ശമ്പളത്തിന്റെ 50% പരമാവധി 3,000 റിയാൽ സർക്കാർ വഹിക്കാനാണ് തീരുമാനം. 8,000 റിയാലിൽ കുറഞ്ഞ ശമ്പളം പറ്റുന്ന വനിതാ ജീവനക്കാർക്ക് വസൂൽ പദ്ധതി വഴി യാത്രാ സൗകര്യവും അനുവദിക്കും. സൗദികളെ ആകർഷിക്കും വിധം തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താനും മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 24 ജിദ്ദ. UAEയിൽ ആശ്വാസമായി കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുകയാണ്. ഈ വർഷം ഏറ്റവും കുറവ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഈ മാസത്തിലെ ആദ്യ 2 വാരങ്ങളിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് 1928 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. UAE ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ മാസം ആദ്യ പകുതിയിലാണ് ഈ വർഷത്തിൽ ഏറ്റവും കുറവ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഈ മാസം 14 വരെ 28,051 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നും മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവാണ് കോവിഡ് കേസുകളിൽ വന്നിരിക്കുന്നത് എന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രാജ്യവ്യാപകമായി നടക്കുന്ന വാക്സിനേഷൻ കേസുകൾ കുറയാൻ കാരണമായതായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് UAEയിൽ 1928 പുതിയ കോവിഡ് കേസുകളും 1614 പേർക്ക് രോഗമുക്തി നേടാനായതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. 4 മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 1545 ആയി. 14,866 പേരാണ് കോവിഡ് ബാധിച്ച് നിലവിൽ UAEയിൽ ചികിത്സയിലുള്ളത്. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ നിർദ്ദേശിച്ചു. 24 ദുബായ്.
സൗദിയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 1000-നടുത്തെത്തി. 985 കോവിഡ് കേസുകളും 10 മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. പ്രാർത്ഥിക്കാനെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 11 പള്ളികൾ കൂടി അടച്ചു. 24 മണിക്കൂറിനിടെ സൗദിയിൽ 45,843 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 985 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7.5 മാസങ്ങൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന കേസുകളാണിത്. സമീപകാലത്തെ ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റിയും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 2.15% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 661 രോഗമുക്തിയും 10 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 4,02,142 രോഗമുക്തി നേടിയവർ 3,86,102 മരണസംഖ്യ 6,791 ഉയർന്നു. 96% രോഗമുക്തി നിരക്ക്. 9,249 പേർ ഇപ്പോൾ കോവിഡ് ചികിത്സയിലുണ്ട്. ഇതിൽ 999 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദ് നഗരത്തിൽ 389 കോവിഡ് കേസുകളും 244 രോഗമുക്തിയും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 57, മക്കയിൽ 50, ദമാമിൽ 35, മദീന നഗരത്തിൽ 8 കോവിഡ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 66,07,384 ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു. അതേസമയം പ്രാർത്ഥിക്കാനെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയിൽ 11 പള്ളികൾ കൂടി താൽക്കാലികമായി അടച്ചു. 6 പ്രവിശ്യകളിലായി 11 പള്ളികളിൽ 11 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ 66 ദിവസത്തിനിടെ അടച്ച പള്ളികൾ 590 ആയി. ഇതിൽ 570 പള്ളികളും അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്നു. 24 ജിദ്ദ. ഒമാനിൽ നിന്നും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് 1035 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 14 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് മൂലം 786 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. പുതുതായി 1035 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഒമാനിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,76,688 ഉയർന്നു. കോവിഡ് മരണങ്ങളിലും വർധനവ് തുടരുകയാണ്. ഇന്ന് 14 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 1807 ആയി. അതേസമയം ഇന്ന് കോവിഡ് മൂലം 105 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 786 ആയി. ഇതിൽ 267 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ ആകെ കോവിഡ് മുക്തരുടെ എണ്ണം 1,56,845 ആണ്. 89% നിലവിൽ ഒമാനിൽ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 ഒമാൻ. കോവിഡ് പ്രതിസന്ധിയിൽപ്പെട്ടവർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനവുമായി ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. കോവിഡ് സാഹചര്യം മൂലം കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കാൻ കഴിയാത്ത ഉപഭോക്താക്കൾക്ക് ബില്ലടക്കാനുള്ള സമയം നീട്ടി നൽകിയതായി സേവ അറിയിച്ചു. കോവിഡ് പ്രതിസന്ധി മൂലം വൈദ്യുതി ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണ് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി നടത്തിയിരിക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം പണമടയ്ക്കുന്നതിന് 1000 ദിർഹത്തിൽ താഴെയുള്ള ബില്ലുകൾക്ക് 1 മാസത്തേക്കും 1000 ദിർഹത്തിൽ കൂടുതലുള്ള ബില്ലുകൾക്ക് 15 ദിവസത്തേക്കും സാവകാശം ലഭിക്കും. നേരത്തെ പിഴ കൂടാതെ ബില്ലടക്കുന്നതിന് 7 ദിവസത്തെ ഗ്രേസ് പീരീഡ് മാത്രമാണ് ലഭിച്ചിരുന്നത്. ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്നും ഉയർന്ന വലിയ ആവശ്യം പരിഗണിച്ചാണ് പുതിയ നടപടിയെന്ന് സൈവ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഹമീദ് തഹർ അൽ ഹജ്ജ് പറഞ്ഞു. 1000 ദിർഹത്തിൽ താഴെയുള്ള ബില്ലുടമകൾ ഗ്രേസ് പീരീഡിന് ശേഷവും പണമടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 25 ദിർഹം പിഴ ഈടാക്കും. അതേസമയം വൈദ്യുത ബില്ലുകളിലുള്ള പരാതികൾക്കും സംശയങ്ങൾക്കും സേവയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ സേവയുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ഷാർജ. സൗദിയിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ പ്രവൃത്തി സമയത്തിൽ റമദാന്റെ ഭാഗമായി മാറ്റം വരുത്തി. പല കേന്ദ്രങ്ങളും 2 ഷിഫ്റ്റുകളായാണ് പ്രവർത്തിക്കുക. കൃത്യസമയത്ത് വാക്സിൻ എടുക്കാത്തവർ വീണ്ടും പുതിയ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. റമദാനിൽ സൗദിയിലെ പ്രധാന വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. റിയാദ് കൺവെൻഷൻ സെന്റർ, ദഹ്റാൻ കൺവെൻഷൻ സെന്റർ എന്നീ കേന്ദ്രങ്ങളിൽ പ്രവൃത്തി സമയം രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 4:30 വരെയും രാത്രി 8:30 മുതൽ പുലർച്ചെ 2:30 വരെയുമായിരിക്കും. ജിദ്ദ എയർപോർട്ട്, മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി, മദീനയിലെ നുജൂദ് മെഡിക്കൽ സെന്റർ എന്നിവയിൽ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5 മണി വരെയും രാത്രി 9 മണി മുതൽ പുലർച്ചെ 3 മണി വരെയും വാക്സിൻ വിതരണമുണ്ടാകും. 75 വയസ്സ് പിന്നിട്ടവർക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ ഏത് കേന്ദ്രത്തിലും വാക്സിൻ നൽകുമെന്നും വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഇവർക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. 500-ലേറെ കേന്ദ്രങ്ങൾ വഴിയാണ് സൗദിയിൽ കോവിഡ് വാക്സിൻ വിതരണം നടക്കുന്നത്. അതേസമയം വാക്സിൻ എടുക്കാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൃത്യസമയത്ത് വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കാത്തവർക്ക് വാക്സിൻ എടുക്കാൻ പുതിയ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 24 ജിദ്ദ.
സൗദിയിലെ ദമ്മാമിൽ മലയാളി വ്യവസായി കോവിഡ് ബാധിച്ച് മരിച്ചു. കാസർഗോഡ് ബായാർ പതാബ് സ്വദേശി ആവള അബ്ദുറഹ്മാനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. 3 ആഴ്ചയായി ദമാം സെൻട്രൽ ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലായിരുന്നു. മൃതദേഹം ദമാം മെഡിക്കൽ കോംപ്ലക്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോബാറിൽ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു. സീനത്താണ് ഭാര്യ. 4 മക്കളുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രാ നിയന്ത്രണം മൂലം കുവൈത്തിൽ തിരികെത്താൻ കഴിയാതെ റെസിഡൻസി കാലഹരണപ്പെട്ട പ്രവാസികളുടെ എണ്ണം 692,000 മാറിയിട്ടുണ്ട്. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി അവസാനം വരെയുള്ള കണക്കുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ നല്ലൊരു ശതമാനവും ഈജിപ്ത് സ്വദേശികളാണ് എന്നും അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ കോവിഡ് വ്യാപനം ആശങ്കാജനകമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ക്രിസ്ത്യൻ പള്ളികൾ അടച്ചിടാൻ തീരുമാനിച്ചു. വിശ്വാസികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി പുരോഹിതന്മാരും ഇടവക കൌൺസിൽ അംഗങ്ങളും അടിയന്തരമായി യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. കുവൈറ്റിലെ എല്ലാ പള്ളികളും ഏപ്രിൽ 15 മുതൽ 2 ആഴ്ചത്തേക്ക് അടച്ചിടും. ഈ കാലയളവിൽ പ്രാർത്ഥനാ യോഗങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനങ്ങൾ എന്നിവ പള്ളികളിലോ സമീപത്തോ നടത്താൻ പാടില്ല. കൂടാതെ മതപഠന ക്ലാസുകളും താൽക്കാലികമായി നിർത്തിവയ്ക്കും. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 14 ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം സമുചിതമായി ആഘോഷിച്ചു. ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അംബേദ്കറുടെ 130ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എംബസിയിൽ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പൂർണ്ണകായ ചിത്രം അംബാസിഡർ അനാച്ഛാദനം ചെയ്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും BR അംബേദ്കറുടെയും പ്രതിമകളിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ നിരവധി പേരാണ് ഓൺലൈനായി പങ്കെടുത്തത്. വേൾഡ് ഫെഡറേഷൻ ഷോട്ടോക്കാൻ കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് വിതരണം ഷാർജയിൽ നടന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ 2021 ബ്ലാക്ക് ബെൽറ്റ് അവാർഡിന് അർഹരായി. തൃശൂർ വടനപ്പള്ളി സ്വദേശി ഹൻഷി മുഹമ്മദ് ആഷിഖാണ് ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനം നിർവഹിച്ചത്. കൂടാതെ ചടങ്ങിൽ മുൻ UAE നാഷണൽ കൌൺസിൽ മെമ്പർ ക്യാപ്റ്റൻ അഹമ്മദ് ഉബൈദ് അൽ മൻസൂരിക്ക് ഹോണറബിൾ 5th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നൽകി ആദരിച്ചതായും സംഘാടകർ അറിയിച്ചു. സാമ്പത്തിക ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റിയാദ് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഫിൻറിച്ച് വെബിനാർ സംഘടിപ്പിച്ചു. പരിപാടി ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. നിക്ഷേപ സുരക്ഷ, നാടിന്റെ വികസനം എന്നിവയ്ക്ക് പ്രവാസികളുടെ കൂടുതൽ പങ്കാളിത്തം ആവശ്യമാണ്. ഇതിന് കേരള ബാങ്കിന് നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിന്റെ ആകെ ആഭ്യന്തര വരുമാനത്തിന്റെ 30% പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്. നാടിന്റെ വികസനം കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് കേരളത്തിന്റെ സംരംഭമായ കേരള ബാങ്ക് വഴി പ്രവാസി മലയാളികൾ പണമിടപാടുകൾ നടത്തണം. അതുവഴി പ്രവാസി ക്ഷേമവും നിക്ഷേപ സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ AB അലിയാർ, ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി, ഗഫൂർ പന്നാട എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ഒളമതിൽ മുഹമ്മദ് കുട്ടി സഖാഫി, അഷ്റഫ് ഓച്ചിറ, ലുക്മാൻ പാഴൂർ, അബ്ദുൽ മജീദ് താനാളൂർ എന്നിവർ നേതൃത്വം നൽകി. 24 റിയാദ്. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. കോവിഡ് 2ാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ. പൊതുസ്വകാര്യ പരിപാടികളിൽ അധികൃതരെ അറിയിക്കണം. ഇൻഡോർ പരിപാടികളിൽ 75ഉം ഔട്ട്ഡോർ പരിപാടികളിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം 150ആയും പരിമിതപ്പെടുത്തി. മാളുകളിലും മാർക്കറ്റുകളിലും കർശന നിയന്ത്രണവും നിരീക്ഷണവും ഏർപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗമാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിച്ചത്. തിരക്കുള്ള മാളുകളിലും മാർക്കറ്റുകളിലും നിയന്ത്രണവും നിരീക്ഷണവും തുടരും. വിവാഹം, ഗൃഹപ്രവേശം ഉൾപ്പെടെ പൊതു സ്വകാര്യ പരിപാടികൾ അധികൃതരെ അറിയിക്കണം. മാനദണ്ഡപ്രകാരം പരിപാടികളിൽ പങ്കെടുക്കുന്നവർ ശാരീരിക അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലോക്ക്ഡൌണിലേക്ക് പോകേണ്ട സാഹചര്യമില്ലെന്നും പരിശോധന, നിയന്ത്രണം, വാക്സിനേഷൻ എന്നിവ പൊതുജന സഹകരണത്തോടെ ഊർജിതമാക്കിയാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വ്യാപനം നിയന്ത്രിക്കാനാകുമെന്നും ചീഫ് സെക്രട്ടറി VP ജോയ്. ലോക്ക്ഡൗണിലേക്ക് ഇപ്പം നമ്മൾ വരേണ്ട ഒരു സാഹചര്യമില്ല. നമ്മളുടെ ആക്ച്വലി നമുക്ക് ഈ 10-12% ഇതിനു മുമ്പ് വന്ന സമയത്ത് തന്നെ ഈ നിയന്ത്രണം എല്ലാം ചെയ്ത് നമ്മളത് താഴോട്ട് കൊണ്ടുവന്നു ഒരു കുറഞ്ഞ പേര്. അതേ പ്രൊസീജിയർ ഉപയോഗിച്ചാൽ ഇതൊരു 2 ആഴ്ച കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ പറ്റും. നാളെയും മറ്റന്നാളുമായി മുൻഗണനാ ക്രമമനുസരിച്ച് 2.5 ലക്ഷം കോവിഡ് പരിശോധന നടത്തും. തിയേറ്ററുകളും ബാർ ഹോട്ടലുകളും ഉൾപ്പെടെ 9 മണിക്ക് അടയ്ക്കണം. തിയേറ്ററുകളിൽ 50% പേർക്ക് അനുമതി. തൃശൂർ പൂരം മുൻ നിശ്ചയിച്ച പ്രകാരവും നടക്കും. അതായത് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആയവർ, വാക്സിനേഷൻ എടുത്തവർ, ഈ കാറ്റഗറിക്ക് മാത്രമേ അവിടെ പാസ് കൊടുക്കാവുള്ളൂ എന്നാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് പ്രകാരം വെച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മതിയായ യാത്രാ സൗകര്യം ഏർപ്പെടുത്തണം. പൊതുഗതാഗത സംവിധാനത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കും. ട്യൂഷൻ നടത്തിപ്പ്
കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു വേണം. ഹോട്ടലുകൾ ടേക്ക് അവേ കൗണ്ടറുകളും കടകൾ ഹോം ഡെലിവറിയും പ്രോത്സാഹിപ്പിക്കണമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. 24 തിരുവനന്തപുരം. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം തുടർച്ചയായ രണ്ടാം ദിനവും 8,000 കടന്നു. 60,900 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 8,126 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും 13 കടന്നു. സംസ്ഥാനത്ത് ആശങ്ക പരത്തി കോവിഡ് രണ്ടാംഘട്ട വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് 8,126 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,900 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 13.34 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വീണ്ടും എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1000 കടന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ രോഗബാധിതർ 800 ഉയർന്നു. കോട്ടയം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 238 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,226 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 642 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 20 മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,856 അതേസമയം 2,700 പേർ കൂടി സംസ്ഥാനത്ത് ഇന്ന് രോഗമുക്തി നേടി. നിലവിൽ 63,650 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. 24 തിരുവനന്തപുരം. ഇന്ത്യയിൽ അതിതീവ്രമായി തുടരുകയാണ് കോവിഡിന്റെ രണ്ടാം തരംഗം. പ്രതിദിന കേസ് 2 ലക്ഷവും മരണം 1000 കടന്നു. മഹാരാഷ്ട്രയും ഡൽഹിയും കേരളവും അടക്കം 10 സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഗുരുതരവുമാണ്. അതേസമയം കോവിഡ് ബാധിച്ച് മരിച്ചവർക്കെതിരെ മധ്യപ്രദേശ് മന്ത്രി പ്രേം സിംഗ് പട്ടേൽ നടത്തിയ പരാമർശം വിവാദമായി. കോവിഡ് റിപ്പോർട്ട് ചെയ്ത ശേഷം ഇതാദ്യമായാണ് 2,739 കേസുകൾ 24 മണിക്കൂറിനുള്ളിൽ സ്ഥിരീകരിക്കുന്നത്. 1,038 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 1,73,000 കടന്നു. ഇതിനിടയിലാണ് കോവിഡ് ബാധിച്ച് മരിച്ചവർക്കെതിരെ മധ്യപ്രദേശ് മന്ത്രി പ്രേം സിംഗ് പട്ടേലിന്റെ വിവാദ പ്രസ്താവന. കോവിഡ് ബാധിച്ചുള്ള മരണം ആർക്കും തടയാനാവില്ലെന്നും പ്രായമായവർ മരിക്കുക തന്നെ ചെയ്യുമെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. कोरोना ऐसी चीज है और सभी लोग कह रहे हैं, मैं अकेला नहीं कह रहा हूँ, पूरा देश कह रहा है कि कोरोना से बचने के लिए हम सब लोग सहयोग करें. क्या है कि जो आप बता रहे हैं कि रोजीना मर रहे हैं, अब मरने का क्या है, उम्र हो जाती है, उसको तो मरना भी पड़ता है. അമേരിക്ക മാത്രമായിരുന്നു പ്രതിദിന കേസുകൾ 2 ലക്ഷം കടന്ന ഏക രാജ്യം. രാജ്യത്ത് 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷമായി രോഗികൾ ഉയർന്നത് 10 ദിവസം കൊണ്ടാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 13,84,549 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് റെക്കോർഡ് കണക്ക്. 82% കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്ര, കേരളം, ഡൽഹി, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് അടക്കം 10 സംസ്ഥാനങ്ങളിലാണ്. ഗുജറാത്ത്, ഡൽഹി, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ രോഗികൾക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയുണ്ട്. അതിനിടെ ആന്ധ്രാപ്രദേശിലെ ഉഗാഡി ആഘോഷത്തിൽ കോവിഡ് ചട്ടം ലംഘിച്ച് 1000-ലധികം പേർ പങ്കെടുത്തു. കോവിഡ് മാർഗനിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഹരിദ്വാറിലെ കുംഭമേള ആഘോഷം പുരോഗമിക്കുകയാണ്. മേളയിൽ പങ്കെടുത്ത 4,201 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. എന്നാൽ ആഘോഷം നേരത്തെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് UP സർക്കാർ ആവർത്തിച്ചു. അതേസമയം കുംഭമേളയിൽ പങ്കെടുത്തവർക്ക് കർണാടക സർക്കാർ RT-PCR പരിശോധന നിർബന്ധമാക്കി. 24 ഡൽഹി. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായതോടെ ഡൽഹിയിൽ വാരാന്ത്യ കർഫ്യൂ ഏർപ്പെടുത്താൻ തീരുമാനമായി. അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും അനുമതി ഉണ്ടാവുക. ആശുപത്രികളിൽ കിടക്കകൾക്ക് ക്ഷാമമില്ലെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. ഒഡീഷ, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ 10-12 ക്ലാസുകളിലെ പരീക്ഷകളും മാറ്റിവെച്ചു. ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലുമായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഡൽഹിയിൽ വാരാന്ത്യ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച രാത്രി 10 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 6 മണി വരെയാണ് വാരാന്ത്യ ലോക്ഡൌൺ. മാളുകൾ, ജിമ്മുകൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവ അടച്ചിടും. ഹോട്ടലുകളിൽ ഹോം ഡെലിവറികൾ മാത്രമേ അനുവദിക്കൂ. ഒരു മുനിസിപ്പൽ സോണിൽ ദിവസം ഒരു മാർക്കറ്റ് മാത്രം തുറക്കാനാണ് അനുമതി. इस वक्त इतनी बड़ी महामारी में हमारी सबसे बड़ी प्राथमिकता है कि जो भी व्यक्ति बीमार हो रहा है उसको कहीं ना कहीं उसकी जान बचाने के लिए, उसकी स्वास्थ्य ठीक करने के लिए, उसका इलाज करने के लिए उसको दिल्ली में कहीं ना कहीं बेड मिलना चाहिए. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തുന്നവർക്ക് ഇ പാസ് നൽകും. ആശുപത്രികളിൽ കിടക്കകൾക്ക് ക്ഷാമമുണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി. 5000 കിടക്കകൾ നിലവിൽ ഒഴിവുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലക്നൌ, പ്രയാഗ്രാജ്, വാരണാസി അടക്കം 10 ജില്ലകളിൽ രാത്രി 8 മണി മുതൽ രാവിലെ 7 മണി വരെ കർഫ്യൂ പ്രഖ്യാപിച്ചു. 10-12 ക്ലാസ്സിലെ പരീക്ഷകൾ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മാറ്റിവെച്ചു. 24 ഡൽഹി.
ഡൽഹി നിസാമുദ്ദീൻ മർക്കസ് മസ്ജിദിൽ ഒരേ സമയം 50 പേർക്ക് പ്രാർത്ഥന നടത്താൻ അനുമതി നൽകി ഡൽഹി ഹൈക്കോടതി. വിശുദ്ധ മാസത്തോടനുബന്ധിച്ച് 5 നേരം പ്രാർത്ഥനയ്ക്കാണ് അനുമതി. വഖഫ് ബോർഡ് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഡൽഹി ഹൈക്കോടതി. തബ്ലീഗ് സമ്മേളനവും കോവിഡ് വിവാദവും കാരണം കഴിഞ്ഞ വർഷം മാർച്ചിൽ മസ്ജിദ് അടച്ചുപൂട്ടിയിരുന്നു. മസ്ജിദിൽ നിയന്ത്രണങ്ങളോടെ പ്രാർത്ഥനയാകാമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ ISRO ചാരക്കേസിൽ കുരുക്കിയത് ആരെന്നതിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് സുപ്രീം കോടതി. ജസ്റ്റിസ് DK ജെയിൻ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. റിപ്പോർട്ടിന്റെ പകർപ്പ് മുദ്രവെച്ച കവറിൽ CBIക്ക് കൈമാറാൻ ഉത്തരവിട്ട ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ഉള്ളടക്കം പരസ്യപ്പെടുത്തരുതെന്നും കർശന നിർദ്ദേശം നൽകി. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന മുൻ DGP CB മാത്യൂസിന്റെ ആവശ്യം കോടതി തള്ളി. കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നമ്പിനാരായണൻ പ്രതികരിച്ചു. ഗൗരവമുള്ള വിഷയമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ജസ്റ്റിസ് DK ജെയിൻ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. അന്വേഷണം CBIക്ക് വിടുകയാണ്. ജെയിൻ സമിതി റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായി പരിഗണിച്ച് CBIക്ക് മുന്നോട്ട് പോകാം. റിപ്പോർട്ട് പരസ്യപ്പെടുത്തരുത്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സുപ്രീം കോടതിക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറണമെന്നും ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ജെയിൻ സമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്ന നമ്പിനാരായണന്റെയും മുൻ DGP CB മാത്യൂസിന്റെയും ആവശ്യം കോടതി തള്ളി. സമിതി തന്റെ ഭാഗം കേട്ടില്ലെന്ന് CB മാത്യൂസ് പരാതി പറഞ്ഞു. CBI അന്വേഷണം കഴിഞ്ഞ് ശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തനിക്ക് പൂർണ്ണമായും നീതി ലഭിക്കുകയുള്ളൂവെന്ന് നമ്പിനാരായണൻ പ്രതികരിച്ചു. ക്രൈം വാസ് എ ഫാബ്രിക്കേറ്റഡ് ക്രൈം. അത് സുപ്രീം കോടതി CBIയുടെ ക്ലോഷർ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഇതിനകത്ത് വരണമല്ലോ. IBയുടെ ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അവരും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവിക നീതി ലഭിച്ചില്ലെന്നും നമ്പിനാരായണനെതിരെയുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് SP S വിജയൻ പറഞ്ഞു. നമ്പിനാരായണനെ പറ്റി അയാളുടെ ട്രൂ കളർ എന്താണെന്ന് കാണിക്കാനുള്ള കേസിൽ ഉൾപ്പെട്ട കാലത്തെ നടപടികൾ, അതിനെ സംബന്ധിച്ച റെക്കോർഡുകളുടെ പകർപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മളുണ്ടാക്കിയതല്ല. ISRO തിരുവനന്തപുരം സബ് കോടതിയിൽ ഹാജരാക്കിയ റെക്കോർഡുകളാണ്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ഡൽഹിയിൽ നിന്ന് MP പ്രദീപ് കുമാർ, 24. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയെ വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് നാളെ 10 മണിക്ക് ഹാജരാകണമെന്ന് കാണിച്ച് ഷാജിക്ക് വിജിലൻസ് നോട്ടീസ് നൽകി. റെയ്ഡ് നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും പിടിച്ചെടുത്ത 1/2 കോടി രൂപയുടെ തെളിവ് ഹാജരാക്കാൻ KM ഷാജിക്ക് സാധിച്ചിട്ടില്ല. വിജിലൻസിൽ ഹാജരാകുമെന്ന് KM ഷാജി അറിയിച്ചു. ഈ വെള്ളിയാഴ്ച KM ഷാജിക്ക് നിർണായകമാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിനിടയിൽ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ലക്ഷങ്ങളുടെ രേഖകൾ കൃത്യമായി ഹാജരാക്കാൻ സാധിക്കുമോ എന്നതാണ് ഈ കേസിലെ നിർണായക വഴിത്തിരിവ്. കോഴിക്കോട് മാലൂർക്കുന്നിലെയും കണ്ണൂർ ചാലാട്ടെയും വീടുകളിൽ നിന്നും കണ്ടെത്തിയ 1/2 കോടി അടക്കമുള്ള രൂപയുടെയും സ്വർണത്തിന്റെയും ഉറവിടം വിജിലൻസിന് മുൻപാകെ ഷാജി ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഇതും അനധികൃത സ്വത്തിൽ പെട്ടതാണോ അല്ലയോ എന്നതാണ് വ്യക്തമാകേണ്ടത്. ഇത് കണ്ടെത്താനായാണ് വിജിലൻസ് വിശദമായി ഷാജിയെ ചോദ്യം ചെയ്യുന്നത്. 2012 മുതൽ 2021 വരെയുള്ള 9 വർഷക്കാലം കൊണ്ട് ഷാജി അനധികൃതമായി വലിയ തോതിൽ സ്വത്ത് സമ്പാദിച്ചതായി വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അത് വ്യക്തമാക്കിയാണ് പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. റെയ്ഡിൽ കണ്ടെടുത്ത 1/2 കോടിയോളം രൂപയ്ക്ക് രേഖയുണ്ടെന്നും അത് ഹാജരാക്കാൻ 2 ദിവസം സമയം വേണമെന്നുമാണ് ഷാജി വിജിലൻസിനോട് പറഞ്ഞത്. എന്നാൽ അത് ഇതുവരെ ഉണ്ടായില്ല. മാലൂർക്കുന്നിലെ വീട്ടിൽ നിന്നും 39,000 രൂപയുടെ വിദേശ കറൻസിയും 400 ഗ്രാം സ്വർണവും വിദേശയാത്രാ രേഖകളും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിദേശ കറൻസികൾ മക്കളുടെ ശേഖരത്തിലുള്ളതായിരുന്നുവെന്നാണ് ഷാജി വിശദീകരിച്ചത്. ഇതേസമയം വീട്ടിൽ നിന്നും 400 ഗ്രാം സ്വർണം കണ്ടെത്തിയത് റെയ്ഡിന് ശേഷം ഷാജി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ ഷാജി രേഖപ്പെടുത്തിയത് കയ്യിലുള്ളത് 160 ഗ്രാം സ്വർണം മാത്രമാണെന്നാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ അന്വേഷണത്തോടൊപ്പം ഷാജിക്ക് മുന്നിൽ ഇതും പ്രതിസന്ധിയാവുകയാണ്. 24 കോഴിക്കോട്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.